എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് നമ്മുടെ നാഷണൽ കോർഡിനേറ്റർ ആയിട്ടുള്ള വർഗീസ് ചേട്ടനെ പരിചയപ്പെടാം. വർഗീസ് ചേട്ടൻ ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. വർഗീസ് ചേട്ടൻ നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫ്രൈഡേ പുസ്തകത്തിന്റെ പുതിയ വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ വളരെ ആകർഷകമാണ്. എല്ലാം ചേർത്ത് കാണുക. എല്ലാം ചേർത്ത് കാണുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ട് മാത്രമാണ് കാണുന്നത്. അപ്പൊ ഈ കണ്ണുകൊണ്ട് മാത്രം എല്ലാം ചേർത്ത് എങ്ങനെ കാണുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഒളിമ്പസിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും സമഗ്രമായി കാണുക എന്നുള്ളതാണ്. അപ്പൊ സമഗ്രമായി കാണേണ്ടത് എങ്ങനെ എന്നുള്ള ഒരു വിശകലനമാണ് ഇപ്പൊ കിട്ടുന്നത്. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കുക. കാരണം നമ്മൾ അസ്തിത്വത്തിന് പല തലങ്ങളുണ്ട്. ആ പല തലങ്ങളിൽ നമ്മൾ ഒരേ സമയത്ത് പല തലങ്ങളിൽ കൂടെ നമ്മൾ പല ക്രമത്തിലും കൂടെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ എക്സിസ്റ്റൻസിനെ കാണണമെന്നുണ്ടെങ്കിൽ ആ തലങ്ങളെല്ലാം മനസ്സിലാക്കിയെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ആംഗിളിൽ കാണുന്ന ഒരു ആംഗിളിന്റെ മാത്രം കൊണ്ട് ഒന്നിനെയും നമുക്ക് ഡിസൈഡ് ചെയ്യാനൊക്കത്തില്ല. അത് കൂടാതെ തന്നെ നമ്മുടേതായിട്ടുള്ളൊരു മനോചിത്രം എന്ന് പറഞ്ഞൊരു ലെൻസ് കൂടെ ഉണ്ട്. ആ ലെൻസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒന്നുകിൽ വികലമാകും, അല്ലെങ്കിൽ വേറെ വ്യതിരിച്ചലിച്ച് കാണും. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സമഗ്രമായി കാണുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മുടെ കാഴ്ച എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പം ഒളിമ്പസിന്റെ ആഴപ്രകൃതിശാസ്ത്രത്തിന്റെ ആ ഒരു ആംഗിളിൽ കൂടെ എങ്ങനെ നമ്മൾ ഇതിനെ സമീപിക്കുന്നു, എങ്ങനെ സമഗ്രമായി കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പം അത് സന്തോഷ് വളരെ വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വിഷയം, അതിൽ ഓരോ വാക്കിനും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഉള്ള വിശദീകരണം നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാഴ്ച എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ ശരിയാണെന്നുള്ളതിനേക്കാൾ എത്രത്തോളം മുഴുവനാണ് എന്നുള്ളത്. ഏതൊരു കാര്യത്തെയും നമ്മൾ കാണുന്നത് പല ആംഗിളിൽ നിന്നായിരിക്കും. അപ്പൊ അതിന്റെ എല്ലാം കൂടി ഒരു സംയോജനമായിരിക്കും ചിലപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അതൊരു വസ്തുവാണെങ്കിലും വ്യക്തിയാണെങ്കിലും ഒരു ആശയമാണെങ്കിലും ഒക്കെ. പക്ഷെ നമുക്ക് പ്രകൃതി തന്നിട്ടുള്ള ഒരു ശേഷി എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു രീതിയിലൂടെ കണ്ട് ശീലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയേ നമ്മൾ ചെയ്യൂ എന്നുള്ളത്. അത് നമ്മുടെ ഒരു ബ്രെയിനിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ആ ഒരു പ്രത്യേകത നമുക്ക് തള്ളിക്കളയാനും ആകില്ല. അപ്പോ ആ കാഴ്ചയെ എങ്ങനെ നമുക്ക് മുഴുവനാക്കി കൊണ്ടുവരാം. ആ മുഴുവൻ എന്നുള്ള വാക്കിനെ നമുക്ക് മലയാളത്തിൽ സമഗ്രം എന്നൊക്കെയാണ് നമ്മൾ വിശേഷിപ്പിക്കുക. അപ്പൊ ആ സമഗ്രം എന്നുള്ളതിൽ എത്രത്തോളം വരുമോ അത്രത്തോളം. അപ്പൊ നമ്മുടെ അറിവ് വർദ്ധിക്കുന്നതോറും നമുക്ക് മനസ്സിലായി വരുന്നത് ഇത് മുഴുവനായിട്ടില്ല, അല്ലെങ്കിൽ ഇനിയും ഉണ്ട് എന്നുള്ളതാണ്. എങ്കിലും സാധ്യമായത്ര നമ്മുടെ ഈ ഒരു ശേഷിയിൽ ഒതുങ്ങുന്ന എത്രത്തോളം നമുക്ക് സാധിക്കുമോ അറിയാൻ അത്രയും എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലേക്കുള്ളൊരു കാഴ്ച പൂർണ്ണമാകാനായിട്ട് നമ്മൾ എന്താണ്, എവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു സെഷനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരെയും ഈ ഒരു ഒളിമ്പസിന്റെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിഷയാവതരണത്തിലേക്ക് കയറാം. വിഷയം അവതരിപ്പിക്കുന്നത് ശ്രീ സന്തോഷ് ഒളിമ്പസ് ആണ്. അദ്ദേഹം ഒരു ഡീപ്പ് ഇക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നതായിരിക്കും. താങ്ക് യു. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏട്ടൻ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ശുഭ സായാഹ്നം. എപ്പോഴും പറയുന്നത് പോലെ പറയാതിരിക്കാൻ വേണ്ടി പറയാം. എല്ലാവരുടെ മുഖം കണ്ട് സംസാരിക്കാനാണ് ഇഷ്ടം. മുഖം കാണുമ്പോൾ സംവേദനം കുറച്ചുകൂടെ ആഴത്തിൽ പോകാൻ കഴിയും. അപ്പൊ മുഖം ഉള്ളവരെല്ലാം മുഖം കാണിക്കുക. അപ്പൊ നമ്മുടെ വിഷയം എല്ലാം ഇഴചേർത്ത് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനെയും നേരായി കാണുന്നില്ല എന്നുള്ളത്. ഇഴചേർത്ത് കാണുക എന്ന കാര്യം കൊച്ചു നാളില് നമ്മളെല്ലാം തന്നെ അമ്മയോടും അച്ഛനോടും ഒക്കെ പലതരം വാശികൾ പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. ആ വാശി പിടിച്ച് കരയുന്ന സമയത്ത് ആ വാശിക്ക് കാരണമാകുന്ന ആ ഒരു വസ്തു, അല്ലെങ്കിൽ ഒരു ആശയം, അല്ലെങ്കിൽ ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു വ്യക്തി, അത് നേടണം, അതിലേക്ക് എത്തണം എന്നുള്ള താല്പര്യമാണ് നമ്മളെ കൊണ്ട് വാശി പിടിപ്പിക്കുന്നത്, കരയിപ്പിക്കുന്നത്. അത് സാധിച്ചു തരാതെ പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ഐസ്ക്രീം വേണം എന്ന് നമ്മൾ വിചാരിക്കുന്നു, നമുക്ക് ആഗ്രഹം തോന്നും.
ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി നമുക്ക് ചുമയും പിറ്റേ ദിവസം പനിയും ഒക്കെ വരുമായിരിക്കും. ചുമയും പനിയും വന്നു കഴിഞ്ഞാൽ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഉറക്കം പൂർണ്ണമായിട്ടും പോകും. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മളെ കുറിച്ചുള്ള വ്യാകുലതയിൽ അവരാകെ ഉരുകിത്തീരും. ഇത് പിന്നീട് ശക്തമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയേക്കാം. പക്ഷെ നമുക്ക് ഐസ് വേണം. ഐസ് വേണം എന്നുള്ള ആ ഒരു ആശയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അച്ഛന്റെ വേദന അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, അത് പിന്നീട് ഉണ്ടാക്കാൻ പോകുന്ന കോൺസിക്വൻസസ്, അച്ഛന്റെയും അമ്മയുടെയും വേദനകൾ, അവരുടെ വ്യാകുലത, ഒരുപക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ജീവന് തന്നെ ഹാനിയാകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തിയേക്കാം എന്നുള്ളതൊന്നും അന്ന് നമുക്ക് മനസ്സിലാവില്ല. നമുക്കിത് മനസ്സിലാവുന്നത് കുറച്ചുകൂടെ വളർന്ന് പിന്നെയും വളർന്ന് പിന്നെയും വളർന്ന് പിന്നെയും വളർന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നത് നമുക്ക് കൊച്ചുങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ്. അപ്പൊ അന്ന് കണ്ട കാഴ്ചയും പിന്നീട് കണ്ട കാഴ്ചയും തമ്മിൽ എന്താണ് വ്യത്യാസം? അന്ന് നമ്മൾ ഐസ് കണ്ടു, ഐസ് വേണമെന്ന് പറഞ്ഞു. പിന്നീട് ഐസ് കണ്ടാൽ അത് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നത് മനസ്സിലാക്കാനായി. അപ്പോ ആദ്യത്തെ കാഴ്ചയിൽ ഐസ് എനിക്കിഷ്ടമാണ് എന്നുള്ള, ഇതിനു മുമ്പ് ഐസ് കഴിച്ചപ്പോൾ മധുരമുള്ളതായിരുന്നു, തിന്നാൻ സുഖമുള്ളതായിരുന്നു എന്ന എന്റെ ഓർമ്മ, ആ ഓർമ്മയെ കൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഐസ് കാണുന്ന സമയത്ത് വേണമെന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ ഓർമ്മയിലുള്ള ആ ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച എന്നുള്ളത് കണ്ണുകൊണ്ടുള്ള കാഴ്ച മാത്രമല്ല കേട്ടോ, രുചി കൊണ്ടുള്ള കാഴ്ച, അതിന്റെ അനുഭവം കൊണ്ടുള്ള കാഴ്ച, ഈ കാഴ്ചകളെല്ലാം ആ ഓർമ്മയിൽ ഉണ്ടായിരുന്നത് സുഖിപ്പിക്കുന്നതായിരുന്നു, സന്തോഷിപ്പിക്കുന്നതായിരുന്നു. അതിന്റെ പിന്നീടുള്ള പശ്ചാത്തലം എനിക്കറിയില്ല. കാരണം അതും ഇതും തമ്മിലുള്ള ബന്ധത്തെ ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എനിക്കത് വേണം. പിന്നെ ഞാനത് വേണമെന്ന് പറയുന്നു. അമ്മയച്ഛന്മാരത് നിവർത്തിച്ചു തരുന്നില്ല. അതുകൊണ്ട് ഞാൻ കരയുന്നു. അപ്പോ ഈ കാഴ്ചയുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും ഒരുമിച്ച് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരുമിച്ച് കാണാൻ കഴിയുക എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ്, ഇത് പിന്നീട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നം, അപ്പൊ അങ്ങനെ അനുബന്ധമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിരിക്കും. ഈ വിഷയങ്ങളെ ചേർത്ത് വായിക്കാതെ ആ ഐസ് വാങ്ങിച്ച് തിന്നുക എന്നുള്ള ഈവന്റ് നടപ്പിലാക്കാൻ കഴിയില്ല. ഇത് അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. അച്ഛനും അമ്മയ്ക്കുള്ള ആ കാഴ്ചയാണ് എന്റെ കാഴ്ചയേക്കാളും മെച്ചപ്പെട്ട കാഴ്ച. അവരത് കൊണ്ട് മുഴുവൻ മനസ്സിലാക്കി എന്നല്ല അതിനർത്ഥം. പക്ഷേ ഞാനിപ്പോൾ കാണുന്ന കാഴ്ചയേക്കാളും മെച്ചപ്പെട്ടൊരു കാഴ്ച അച്ഛനും അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് ആ കാഴ്ച മെച്ചമാണ്, വിപുലമാണ്. ഈ വിപുലമായിട്ടുള്ള അവസ്ഥയിൽ കാണാനുള്ള ഒരു പ്രായത്തിലേക്ക്, അറിവിലേക്ക്, അനുഭവത്തിലേക്ക് ഞാൻ ചെന്നെത്തുമ്പോ, പിന്നീട് ഒരു വർഷങ്ങൾക്ക് ശേഷം ചെന്നെത്തുമ്പോ എനിക്ക് ഈ അവസ്ഥ മനസ്സിലാവും. അങ്ങനെ ബലം പിടിച്ചു വാങ്ങേണ്ടതല്ല, എപ്പോഴും കഴിക്കേണ്ടതല്ല, അത് കഴിക്കുന്നത് നല്ലതല്ല എന്ന് തുടങ്ങിയ കുറെ കാര്യങ്ങൾ കൂടെ ചേർത്ത് വായിക്കാം. അപ്പൊ കുറച്ചുകൂടെ മെച്ചപ്പെട്ട കാര്യങ്ങൾ, മെച്ചപ്പെട്ട ബോധ്യമായി. അപ്പൊ ആദ്യം ഞാൻ കണക്ട് ചെയ്യാതിരുന്ന കുറെ കാര്യങ്ങളെ ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്യുന്നു. അതാണ് ഇഴചേർക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ഇന്ദ്രിയങ്ങൾ വഴി അകത്തേക്ക് ചെല്ലുമ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാഴ്ച, ആ കാഴ്ചയാണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, പ്രൈമറി വ്യൂ എന്ന് പറയുന്നത്. ആ പ്രൈമറി വ്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൈമറി വ്യൂ നമുക്ക് ഹിതകരമാണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ ഇതിനു മുമ്പുള്ള അനുഭവങ്ങളുമായി തട്ടിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ നോക്കുക. എന്നാൽ ആ കാണുന്ന കാഴ്ചയിൽ അത് എന്തൊക്കെയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന കാര്യം കൂടെ പരിഗണിക്കാനുള്ള ഒരു കാഴ്ച നമുക്കുണ്ടാകുന്നില്ല. എപ്പോഴും ഏതൊരു കാഴ്ചയും നമ്മുടെ ഇതിനു മുമ്പുള്ള അനുഭവ ബിംബവുമായി ചേർത്തുകൊണ്ടാണ് നമ്മൾ കാണുക. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു, ഇതല്ല, നിങ്ങൾ ഇതുപോലുള്ള ഏത് ക്ലാസ്സിലും പങ്കെടുക്കുന്നു. ആ പങ്കെടുക്കുന്ന നിങ്ങൾ നിങ്ങളുടേതായ വീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യത്തെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് അറിയാൻ വേണ്ടിയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതുവരെ എന്താണോ ജീവിതത്തിൽ ബോധ്യമായിട്ടുള്ളത് അതിനെ അപേക്ഷിച്ചു കൊണ്ടാണ് നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെ കാണുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ കേൾക്കുക, പകരം നിങ്ങൾക്ക് എന്തറിയാമോ ആ അറിയാവുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ എന്തു പറയുന്നുവോ അത് നിങ്ങൾക്ക് ബോധ്യമാവും. ഞാനത് പറഞ്ഞു, അതിന്റെ വളവിലും തിരിവിലും ഒടുവിലുമൊക്കെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും
നിങ്ങൾക്ക് ബോധ്യമാവില്ല. കാരണം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിചയിച്ചിട്ടില്ല. അപ്പൊ മനസ്സിന്റെ പ്രവർത്തനം അങ്ങനെയാണ്. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ സ്മൃതിയിൽ ഉറങ്ങിക്കിടക്കുന്ന മുൻ അനുഭവങ്ങളുടെ. അപ്പൊ ഈ മുൻ അനുഭവം എങ്ങനെയുണ്ടായത്? ആദ്യം നമുക്ക് ക്ലീൻ സ്ലേറ്റ് പോലെയാണ് നമ്മൾ ജനിച്ചു വീഴുന്നത്. ഞാൻ ആപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓർമ്മകൾ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. അവ തൽക്കാലത്തേക്ക് അവിടെ ഇരിക്കട്ടെ. ഈ ഉദാഹരണമായിട്ട് മാത്രം എടുക്കുക. ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ടുണ്ടാകുന്നു. അതിനുശേഷം അമ്മയുടെ പാല് കുടിക്കാനുള്ള ആ ഒരു വ്യഗ്രതയിൽ നമ്മൾ അവിടേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ചുറ്റുപാടും ഒക്കെ നമ്മൾ ഓരോന്ന് കാണുന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്മൃതിയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്ഡേറ്റ് ചെയ്യുന്നത് വെച്ചിട്ട് അടുത്ത കാഴ്ചയെ കാണുന്നു. അങ്ങനെ ലിങ്ക് ചെയ്താണ് നമ്മുടെ ഈ ഓർമ്മകളെ കൂട്ടി വരുന്നത്. ഈ കൂട്ടി നിൽക്കുന്ന ഓർമ്മയുടെ ആകത്തുകയോടാണ് ഇപ്പോൾ കാണുന്ന കാഴ്ചയെ കണക്ട് ചെയ്യുന്നത് നമുക്ക്. അപ്പോ നമ്മുടെ ഈ ഓർമ്മയിൽ എന്താണോ കയറിയിട്ടുള്ളത് അതാണ് ഇപ്പോഴത്തെ ബോധ്യം. അല്ലാതെ ഇപ്പോൾ കേൾക്കുന്നതല്ല നമ്മുടെ ബോധ്യം. ഈ ഇപ്പോൾ കിട്ടുന്ന കാര്യവും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ ആദ്യം മുതൽ നമ്മൾ കാണുന്ന കാഴ്ചയിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന കാര്യങ്ങൾ നമ്മുടെ സ്മൃതിയിലേക്ക് കയറി രേഖപ്പെടുത്തണമെങ്കിൽ വേറെ ചില സവിശേഷ ഗുണങ്ങൾ കൂടി ഉണ്ടായിരിക്കും. കാര്യങ്ങളെ യഥോവിധം ബോധ്യപ്പെടാനുള്ള ഇന്ദ്രിയ ഗ്രാഹ്യതയുണ്ടാകും. ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ശേഷിയുണ്ടാകും. അതിബുദ്ധിമാന്മാർക്ക് ആ കിട്ടുന്ന കാര്യങ്ങളുടെ യുക്തിയാണ് ബോധ്യമാവുക. ബുദ്ധി വളരെ കുറഞ്ഞ് താളം വളരെ കൂടിയ ആളുകൾക്ക് അവരുടെ അനുഭവമുണ്ടല്ലോ, ആ അനുഭവത്തിൽ അവർക്ക് മുറിപ്പാടായി അല്ലെങ്കിൽ അനുഭവപ്പാടായി മാറിയതാണ്, അനുഭവപ്പാടുണ്ടാക്കാൻ പാകത്തിൽ ആഘാതമുണ്ടാക്കിയതാണ് അവർക്ക് ബോധ്യമാവുക. ഇതൊരു വലിയ രാജിയാണ്. നമ്മളതിനെ റിഥം സ്പെക്ട്രം എന്നാണ് പറയുക. ആ രാജിയില് ഇടയിൽ നിൽക്കുന്ന ആളുകൾക്ക്, ഇടയിൽ നിൽക്കുക എന്ന് വെച്ചാൽ കൃത്യമിടയിൽ നിൽക്കുന്നതല്ല കേട്ടോ, ഇതിന്റെ ഇടയിലുള്ള ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ നിൽക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇതിനെ ബോധ്യപ്പെടാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒളിമ്പസിന്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ വരുന്നവർ ആദ്യം തന്നെ കോർട്ടക്കാർ എന്നുള്ള പ്രോസസ്സിലൂടെ കടത്തിവിടുന്നത്. കാരണം എല്ലാവരുടെയും വിചാരം ഞാൻ കാണുന്നതെല്ലാം എനിക്ക് ബോധ്യമാകുന്നു എന്ന്. ഞാൻ കാണുന്നതെല്ലാം, ഞാൻ അറിയുന്നതെല്ലാം, ഞാൻ വായിച്ചതെല്ലാം അല്ലെങ്കിൽ എന്റെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നതെല്ലാം എനിക്ക് ബോധ്യമാകുന്നു എന്ന തോന്നൽ എല്ലാവർക്കുമുണ്ട്. നിങ്ങൾ കാണുന്നത് തന്നെയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് കോട്ടക്കാർ ചെയ്യിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ബോധ്യമാകും, എത്രത്തോളം ബോധ്യമാകുന്നു എന്നൊരു കാര്യമുണ്ട്. അപ്പോ അതാണ് ഒരാളുടെ ഗ്രാഹ്യശേഷി എന്ന് പറയുന്നത്. ആ ഗ്രാഹ്യശേഷിക്ക് നിദാനമാകുന്നത് നമ്മുടെ അകത്തുള്ള ആറൽ റേഷ്യോ എന്ന് പറയും, റിഥം ആൻഡ് ലോജിക് റേഷ്യോ എന്ന് പറയും. ഇത് നെർവസ് സിസ്റ്റത്തിനകത്തെ ന്യൂറോണുകൾക്കകത്തെ സിനാപ്സുകളുടെ കാൽഷ്യം ഫാക്ടറാണ് അതിന്റെ പ്രധാന ഘടകം. ഇത് മാത്രമല്ല, അതൊരു ഭൗതികമായ തെളിവ്. എല്ലാത്തിനും തെളിവ് ചോദിക്കുന്ന ഒരു ശാസ്ത്രലോകമാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് അതിന്റെ ഒരു തെളിവ് എന്ന് പറയുന്നു മാത്രം. പക്ഷെ അത് മാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ തരം ധർമ്മത്തിനനുസരിച്ചാണ് ഓരോരുത്തരെയും ഉണ്ടാക്കിയിട്ടുള്ളത് പ്രകൃതി. അപ്പോ ആ ഘടനയ്ക്കനുസരിച്ച് എല്ലാവർക്കും എല്ലാം ബോധ്യമാകേണ്ട കാര്യമില്ല. ചിലർക്ക് ഇപ്പോൾ നിൽക്കുന്ന വഴിയിൽ നിന്നും മാറിപ്പോകുവാനും മാറ്റി കൊണ്ടുപോകുവാനുള്ള ധർമ്മമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ളവരാണ് ബുദ്ധിജീവികളായിട്ടുള്ളത്. ഇപ്പൊ നിൽക്കുന്ന വഴി പോരാ, വേറൊരു വഴി വേണമെന്ന് അവർ വിചാരിക്കും. ഇപ്പൊ നിൽക്കുന്ന വഴി വിടാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവരാണ് താളം കൂടുതലുള്ളത്. ഒരു മരത്തെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വേരുകളുടെ പണി എന്താ? നിൽക്കുന്ന മണ്ണിൽ ഉറച്ചു നിൽക്കുക, അനങ്ങാതെ എങ്ങും അനക്കാതെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ്. ചില്ലയുടെ ഇലകളുടെ ധർമ്മം എന്താണ്? വരുന്ന കാറ്റിനൊപ്പം, വരുന്ന വെളിച്ചത്തിനൊപ്പം സ്വതന്ത്രമായി ചലിച്ചുകൊണ്ടിരിക്കുക. അതിന് ആ വേരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന രീതിയിലുള്ള ഒരു ചലനമായിരിക്കും ഉണ്ടാവും. എന്നാലോ ഇവ തമ്മിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടു. അപ്പൊ ഇതുപോലെ സമൂഹത്തെ പിടിച്ചു നിർത്താനും ഒരു കൂട്ടർ വേണം. സമൂഹത്തെ പുരോഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോ ആധുനിക കാലത്ത് പറഞ്ഞ ഡെവലപ്മെന്റ് എന്നുള്ള അർത്ഥത്തിലില്ല. എന്ന് വെച്ചാൽ മുൻപോട്ട് ഗമനം, മുൻപോട്ട് പോക്കിന്, ആ മുൻപോട്ട് പോക്കില് വഴിതിരിവുകൾ ആവശ്യമാണെങ്കിൽ, ഈ കുലത്തിന്, മനുഷ്യകുലത്തിന് അല്ലെങ്കിൽ ജീവകുലത്തിന് വഴിതിരിവുകൾ ആവശ്യമാണെങ്കിൽ ആ വഴിതിരിവുകളിലേക്ക് ചിന്തയെ, യുക്തിയെ, അനുഭവത്തെ, സൃഷ്ടിയെ എല്ലാം കൊണ്ടെത്തിക്കാൻ കുറച്ച് ആളുകൾ ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ളവർ അവിടെ എത്തും. ഇതൊന്നുമല്ലാതെ സൗന്ദര്യാത്മകമായി ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ളവർ നടുവിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോ ഈ ശേഷിയുള്ള ആളുകൾ ഓരോ ശേഷിക്കനുസരിച്ചായിരിക്കും ഇവരുടെ ഗ്രാഹ്യത ഉണ്ടാവുക.
ആ ഗ്രാഹ്യതയ്ക്കനുസരിച്ചായിരിക്കും അവരുടെ സ്മൃതികൾ രൂപപ്പെടുക, ഓർമ്മകൾ രൂപപ്പെടുക. ഈ ഓർമ്മകൾക്കനുസരിച്ചായിരിക്കും പിന്നീട് ഓരോ തവണയും കാര്യങ്ങളെ എടുക്കുക. അങ്ങനെ കാര്യങ്ങളെ എടുക്കുന്ന ആളുകൾക്ക് ഈ ബോധ്യത്തിനനുസരിച്ച് മാത്രം കാര്യങ്ങളെ സ്വീകരിക്കുമ്പോൾ ഈ ബോധ്യത്തിൽ പെടാത്ത മറ്റു കാര്യങ്ങളുണ്ടല്ലോ, ആ ബോധ്യത്തിൽ പെടാത്ത മറ്റു കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വരില്ല, അവർക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഒരു ചെരുപ്പ് കുത്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു പൂരത്തിന് പോയാൽ, അയാൾ ഒരു യുവാവായ ചെരുപ്പ് കുത്തിയാണെങ്കിൽ പോലും അവിടെ വരുന്ന സുന്ദരികളായ തരണീമണികളെ കാണാനായിരിക്കില്ല അയാളുടെ കണ്ണുകൾ ചലിക്കുക. അയാളുടെ കണ്ണുകൾ പോകുന്നതെല്ലാം വിവിധ തരം പാതുകങ്ങളിലേക്ക്, വിവിധ തരം ചെരുപ്പുകൾ, ഷൂകൾ, അതിലെവിടെയൊക്കെ കേടുണ്ട്, എവിടെയൊന്നും കേടില്ല, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പുതിയ ചെരുപ്പ് കുത്തി എന്ന് പറയുമ്പോൾ റിപ്പയർ ചെയ്യലെല്ലാം നിർമ്മിക്കുകയും കൂടെ ചെയ്യുന്നവരാണെങ്കിൽ പുതിയ ഡിസൈൻ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അപ്പോ ആ നിരീക്ഷണമാണ് അയാളെ അയാളുടെ ജോലിയിൽ നിർത്തുന്നത്. അപ്പൊ അയാൾ പ്രവർത്തിക്കുന്ന ഒരു ഏരിയയിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത് അയാൾ നിരീക്ഷിക്കും. അതുമായി ബന്ധപ്പെട്ട് ബാക്കി എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് സാധാരണ നിരീക്ഷിക്കാറില്ല. അതൊരു കുഴപ്പമൊന്നുമല്ല. പക്ഷേ കാര്യങ്ങളെ കൃത്യമായി ബോധ്യമാകണമെങ്കിൽ, കാര്യങ്ങളെ വ്യക്തമായും ആഴത്തിലും ശരിയായും ബോധ്യമാകണമെങ്കിൽ നമുക്ക് എല്ലാം കൂടെ കൂട്ടി വായിക്കാൻ കഴിയണം. എത്രത്തോളം കൂട്ടി വായിക്കാൻ കഴിയുന്നോ അത്രത്തോളം നമുക്ക് മെച്ചപ്പെട്ട ബോധ്യമുണ്ടാകും. അപ്പോ ആ കൂട്ടി വായിക്കാനുള്ള ഒരു ശേഷി നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം തന്നെ. അപ്പോ എല്ലാം ഇഴചേർത്ത് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നിനെയും നേരായി കാണില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ കാഴ്ചകൾ പൂർണ്ണമാകണമെങ്കിൽ എന്താണ് വേണ്ടത്? പ്രാഥമികമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി കാണുന്നതാണോ കാഴ്ച? നമ്മൾ ഇന്ദ്രിയങ്ങൾ കണ്ടതാണ് സ്മൃതിയാക്കി രൂപപ്പെടുത്തി വെച്ചിട്ട് ഇതാണ് ലോകമെന്ന് നമ്മൾ ധരിച്ചു വശായി ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അത്ര മാത്രമാണോ ലോകം എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ ഈ കാണുന്നത് എന്തിനെയാണ്? ഒരു കാര്യത്തിന്റെ ഭൗതിക രൂപത്തെ കാണുന്നു, അതിന്റെ പ്രവർത്തന രൂപത്തെ കാണുന്നു. അതിനുമപ്പുറത്ത് നമുക്ക് എന്തിനെ കാണാൻ കഴിയുന്നുണ്ട്? ഈ കാണുന്നതിനെ തന്നെ മുഴുവൻ കാണുന്നില്ല എന്നുള്ളതാണ് ചെരുപ്പൂത്തിയുടെ ഉദാഹരണം കൊണ്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനുമപ്പുറത്ത് എന്തെല്ലാം ഉണ്ട് അതിന്റെ പുറകില്? സാധാരണ രീതിയിൽ നമ്മൾ ഒരു വസ്തുവിനെ എടുക്കുമ്പോൾ അതിന്റെ ഭൗതിക ഘടനയാണ് കാണുന്നത്. ഈ ഭൗതിക ഘടന മാത്രമല്ല, ആ ഭൗതിക ഘടനയെ അങ്ങനെ ആക്കി തീർത്ത ഒരു സംഘാടകത്വമുണ്ട്, അതിനെ ചേർത്ത് നിർത്തുന്ന ഒരു സംഘാടകത്വമുണ്ട്. അതിനെയാണ് അതിന്റെ നമുക്ക് സംഘാടകത്വം എന്ന് പറയാം. ഒരു ജീവനുള്ള ഒരു പ്രതിഭാസമാണെങ്കിൽ നമുക്കതിനെ ജീവൻ എന്ന് പറയാം. അതിനെ അങ്ങനെ ആക്കി തീർക്കുന്നത് തൽക്കാലത്തേക്ക് പ്രതിഭാസം എന്ന് പറയാം, സംഘാടകത്വം എന്ന് പറയാം. അപ്പോ ഒരു കല്ലുണ്ടെങ്കിൽ കല്ലിനെ കല്ലാക്കി നിർത്തുന്നത്, കല്ലിന്റെ ഘടകങ്ങളെല്ലാം ചേർത്ത് നിർത്തുന്നതാണ് അതിന്റെ സംഘാടകത്വം എന്ന് പറയുന്നത്. ആ സംഘാടകത്വത്താൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് സ്ഥിതം എന്ന് പറയുന്നത്. കല്ലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആ പ്രതിഭാസം എന്ന് പറയുന്നത് സ്ഥിതാവസ്ഥയിലായിരിക്കും, നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. വെള്ളത്തിനാണെങ്കിലോ ചലസ്ഥിതമാണ്, ചലിക്കാൻ തയ്യാറാണ്, പക്ഷെ സ്റ്റാറ്റിക് ആണ്. ഒരു പാത്രത്തിൽ വെച്ചാൽ പാത്രത്തിന്റെ ഷേപ്പിൽ അവിടെ നിൽക്കും, തുറന്നു വിട്ടാൽ വീണ്ടും ഒഴുകും, എന്നിട്ട് എവിടെയാണ് ഒഴുകി എത്തിയത് അതിന്റെ ഷേപ്പിലേക്ക് മാറും. അതാണ് ചലസ്ഥിതം എന്ന് പറയുന്നത്. നമ്മൾ കുപ്പിക്കകത്താണെങ്കിലും കുറച്ച് വാതകം നിറച്ചു വെച്ചാൽ, കുറച്ച് പുക നിറച്ചു വെച്ചാൽ ആ കുപ്പിക്കകത്തും ആ കണ്ടെയ്നറിന് ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ പോലും കുപ്പിക്കകത്തും അത് ചലിച്ചുകൊണ്ടിരിക്കും. അതാണ് ചലം എന്ന് പറയുന്നത്. കുപ്പിക്കകത്ത് നമ്മളൊരു പാറ്റയാണ് പിടിച്ചിട്ടതെങ്കിൽ ആ പാറ്റ ആ കുപ്പിക്കകത്ത് എവിടേക്ക് പോകണം, ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് പരതിക്കൊണ്ടിരിക്കും. ആ കുപ്പിക്കകത്ത് നമ്മുടെ രാജ്മോഹൻ ചേട്ടനെയാണ് കൊണ്ടിട്ടതെങ്കിൽ രാജ്മോഹൻ ചേട്ടനെ ആദ്യം ആലോചിക്കുക, ആരടാ എന്നെ ഇവിടെ കൊണ്ടിട്ടതെന്ന്. ഈ കുപ്പിയിൽ നിന്നും പിന്നെ വെളിയിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. എന്നെ ഇവിടെ കൊണ്ടിട്ട് എന്റെ സ്ഥാനം ഇവിടെ അല്ല, വെളിയിലാണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ രാജ്മോഹൻ ചേട്ടൻ അവിടുന്ന് വെളിയിലേക്ക് പോകണം. പോകുന്നതിന് മുമ്പ് എന്നെ ആരാ ഇവിടെ കൊണ്ടിട്ടത് എന്ന് ആദ്യം ആലോചിക്കും. ഈ സന്തോഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം ഇട്ടൊരു പണി കൊടുത്തിട്ട് വേണം അവിടുന്ന് പോകാനെന്നായിരിക്കും രാജ്മോഹൻ ചേട്ടൻ സ്വാഭാവികമായിട്ട് ആലോചിക്കുക. കാരണം രാജ്മോഹൻ ചേട്ടൻ മനുഷ്യനാണ്. മനുഷ്യന്റെ സ്വഭാവം എന്ന് വെച്ചാൽ പാറ്റയ്ക്കുള്ള ജൈവ സ്വഭാവത്തിനും അതീതമായി മറ്റുള്ളവയെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും മറ്റുള്ളവയുടെ ഗതിയെ തിരിക്കാനുമുള്ള ശേഷിയുണ്ട്. അതിനാണ് അതിജൈവ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോ ആദ്യം പറഞ്ഞ ആ ഭൗതിക രൂപമുണ്ടല്ലോ, ആ രൂപത്തിന്റെ ആ കാണുന്ന അവസ്ഥയേ അല്ല അതിന്റെ ഈ പറഞ്ഞ ഈ 5 പ്രതിഭാസ രൂപങ്ങൾക്ക്. അപ്പോ ഒരു വസ്തുവിനെ കാണുമ്പോൾ അതിന്റെ ഭൗതിക രൂപമല്ലാതെ അതിനെ അങ്ങനെ ആക്കി തീർത്ത ഒരു സ്വഭാവ വിശേഷം അഥവാ പ്രതിഭാസം എന്നുള്ളൊരു അവസ്ഥയുണ്ട്.
എന്തിനാണ് കല്ലിനെ ആ രൂപത്തിലാക്കി തീർത്തത്? ആ ജൈവ സ്വഭാവം. ഇപ്പൊ ഞാൻ പാറ്റയുടെ കാര്യം പറഞ്ഞല്ലോ. പാറ്റയുടെ കാര്യത്തിൽ അതിനെ എങ്ങനെ ആക്കി തീർക്കുന്ന ആ സംവിധാനത്തിന്റെ പേരാണ് ജീവൻ. ഇപ്പൊ ആദ്യം പറഞ്ഞു സ്ഥിതം, പിന്നെ ചലസ്ഥിതം, കല്ലിന് സ്ഥിതം, ദ്രാവകത്തിന് ചലസ്ഥിതം, പിന്നെ വാതകത്തിന് ചലം, നാലാമത്തത് ജീവിയാണ്, ജീവിക്ക് ജൈവം, അഞ്ചാമത്തത് അതിജൈവം. ഇതെല്ലാം ജീവന്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഒരു വിത്തിൽ എങ്ങനെയാണ് ജീവൻ നിൽക്കുന്നത്? മയങ്ങിക്കിടക്കുകയാണ്, സ്ഥിതമാണ്. എന്നാൽ ജലത്തിന്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വിപുലപ്പെടുകയായി. അപ്പൊ എന്താണെങ്കിലും അതിനകത്ത് ഈ പറയുന്ന 5 സ്വഭാവങ്ങളും ജീവന്റെ തന്നെ വ്യത്യസ്ത ഭാവങ്ങളാണ്. കല്ല് മൃതമായതുകൊണ്ട് കല്ലിലെ ജീവൻ എന്നുള്ളത് പ്രവർത്തിക്കുന്നത് അതിന്റെ ഉപരിവ്യവസ്ഥയുടെ ജീവനോട് ചേർന്നിട്ടാണ്. അതെല്ലാം തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ജീവൻ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഈ കല്ലിന് രൂപം കൊടുത്തത്. പ്രകൃതിയുടെ ജീവനാണ് കല്ലിന് രൂപം കൊടുത്തത്. എന്തിനു വേണ്ടിയാണ്? പ്രകൃതിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി. പ്രകൃതിക്ക് എന്തോ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയിൽ എന്തൊക്കെയോ സംഭവിച്ചതിന്റെ ബാക്കി പത്രമായി കല്ലുണ്ടായി എന്ന് മനുഷ്യന്റെ ആ ലീനിയർ തോട്ട് ചിന്തിക്കുമെങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കല്ലുണ്ടായത് പ്രകൃതിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. ഏതുപോലെ എന്റെ ശരീരത്തിനകത്തിരിക്കുന്ന ഒരു അവയവം ഉണ്ടായിട്ടുള്ളത് എന്റെ ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോ ആ ഒന്നിനെ ഉണ്ടാക്കിയത്, ആ ഉണ്ടാക്കുന്ന ആ പ്രവർത്തനത്തെ, സംഘാടനത്തെയാണ് നമ്മൾ പ്രതിഭാസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞത്. ഒന്നാമത്തത് രൂപം, രണ്ടാമത്തത് പ്രതിഭാസം. ഈ പ്രതിഭാസം ആണ് ഈ രൂപത്തിന് കാരണം. ഈ രൂപം ഇങ്ങനെ ഉണ്ടാകാൻ കാരണം അതാണ്. പാറ്റയുടെ രൂപം പാറ്റയുടെ രൂപത്തിലാകാൻ കാരണം പാറ്റയുടെ ജീവനാണ്. പാറ്റയുടെ രൂപത്തിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിനെ പഴയ രൂപത്തിലേക്ക് എത്തിക്കുന്നത്, കേടുപാടുകൾ തീർക്കുന്നത് ജീവനാണ്. അപ്പോ ഒരു രൂപത്തിന്റെ പുറകിൽ അതിനെ അങ്ങനെ ആക്കി തീർക്കുന്ന ഒരു ജീവൻ ഉണ്ടായിരിക്കും. കല്ലിന്റെ കാര്യത്തിൽ മൃതാവസ്ഥയാണ്, എന്നാലും അതിനെ ഘടന, ആ ഗാഠത നൽകുന്ന സ്വഭാവ വിശേഷങ്ങളുടെ ഒരു ആകത്തുകയാണ് അതിനെ തൽക്കാലത്തേക്ക് ജീവൻ എന്ന് മനസ്സിലാക്കുക. അപ്പോ കാണുന്ന ഒരു രൂപത്തിന്റെ പുറകിൽ അതിനെ അങ്ങനെ ആക്കി തീർത്ത ഒരു പ്രതിഭാസം ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. നമുക്ക് തൽക്കാലത്തേക്ക് അതിനെ സ്പിരിറ്റ് എന്നോ ആത്മമെന്നോ ഒക്കെ വിളിക്കാം. പെട്ടെന്ന് മനസ്സിലാവുന്നത് ജീവൻ എന്ന് പറയുമ്പോഴാണ്. അപ്പൊ ജീവൻ എന്ന് എടുക്കുക. ജീവൻ മാത്രമല്ല, അതിന് അപ്പുറത്തും ഇപ്പുറത്തും കുറെ കാര്യങ്ങളുണ്ട്. ഇത് ഈ സമയപരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ജീവൻ എന്നുള്ള പദം മാത്രം എടുക്കുക. ആത്മം എന്ന് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, സ്പിരിറ്റ് എന്ന് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ജീവൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ശരീരം എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാകണമെങ്കിൽ ആ ശരീരത്തെ അത്തരത്തിൽ സംഘടിപ്പിച്ച ഒരു ജീവൻ ഉണ്ടായിരിക്കണം. നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ അതിന്റെ ജീവനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഒന്ന് നിരീക്ഷിക്കുക. അപ്പോ ഭൗതിക രൂപത്തെ കണ്ടു. ഭൗതിക രൂപത്തെ അങ്ങനെ ആക്കി തീർത്തത് ആണ് ജീവൻ. ജീവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആക്കി തീർത്തത്? ഈ ജീവൻ ആരുടെ ഭാഗമാണ്? ജീവൻ എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയുടെ, തൽക്കാലത്തേക്ക് ഭൂമിയിൽ നിന്ന് എടുക്കുക, ഭൂമിയുടെ ഒരു ആവശ്യമാണ് ഈ ശരീരം ഇങ്ങനെയായി തീരേണ്ടത്. അപ്പൊ ഭൂമിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ജീവൻ ഈ ശരീരത്തെ ഇങ്ങനെ ഉണ്ടാക്കിയത്. പാറ്റയാക്കിയത്, എന്നെ ഞാനാക്കിയത്, രാജ്മോഹൻ ചേട്ടനാക്കിയത് ആ ജീവനാണ്. ഈ ജീവൻ എന്ന് പറയുന്നത് ഇപ്പൊ പ്രവർത്തിക്കുന്നത് എന്നിൽ നിന്നുകൊണ്ട്. ഇതിനു മുമ്പോ, ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പോ അത് പ്രകൃതിയുടെ ഭാഗമായിരുന്നു, ഭൂമിയുടെ ഭാഗമായിരുന്നു. ഭൂമിയുടെ ജീവൻ എന്റെ ജീവന്റെ രൂപത്തിൽ നിന്നുകൊണ്ട് എന്നെ ഉണ്ടാക്കി. അപ്പോ ജീവനാണ് എന്നെ ഉണ്ടാക്കിയത്. എന്തിനു വേണ്ടിയാ? ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി. എന്റെ കൈയുണ്ടായത് എന്റെ ശരീരത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നത് പോലെ, എന്റെ കയ്യിലെ വിരലുണ്ടായത് കൈയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് എന്നതുപോലെ, ഞാനുണ്ടായത് എന്റെ ഉപരിവ്യവസ്ഥയായ ഭൂമിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പൊ ആ ആവശ്യത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പർപ്പസ്, ഉദ്ദേശ്യം എന്നൊക്കെ പറയാം. വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് മൈ ലൈഫ് എന്നൊക്കെ ചോദിക്കില്ലേ? എന്താണ് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ ചോദിക്കുമല്ലോ. ആ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നതാണ് ഈ ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യം. ആ ആവശ്യം നടപ്പിലാക്കാനായിട്ടാണ് ജീവൻ തന്നെ അവിടെ ഇങ്ങനെ ഫോം ചെയ്തത്. ആ ജീവനാണ് ഈ ശരീരത്തെ ഉരുവാക്കിയത്. അപ്പൊ പർപ്പസ് എന്നുള്ള സാധനം ഇതിന്റെ വെളിയിലാണ് നിൽക്കുന്നത്, ഇതിനകത്തല്ല. ഈ പർപ്പസ് നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോ നമ്മുടെ വീട്ടില് ക്ലീൻ ആയിരിക്കും. ക്ലീൻലിനെസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ നമ്മൾ ഇറങ്ങി പണിയാൻ നമുക്ക് സമയമില്ലെങ്കിലോ നമ്മളൊരു ജോലിക്കാരിയെ വെക്കും. നിങ്ങൾ ഇതെല്ലാം ക്ലീൻ ചെയ്യും, മാസം ഇത്ര ശമ്പളം തരാമെന്ന് പറയും. അപ്പോ ആ ഒരു നിയോഗമുണ്ടല്ലോ. അപ്പോ അങ്ങനെ ഒരാളെ നിയോഗിക്കുന്ന സമയത്ത് അയാൾ ചില കാര്യങ്ങൾ ചെയ്യും.
രാവിലെ ഞാൻ ഇവിടെയെല്ലാം അടിച്ചു വൃത്തിയാക്കും, വൈകുന്നേരം ഞാൻ ഇവിടെയെല്ലാം അടിച്ചു വൃത്തിയാക്കും, അതിനുശേഷം ഞാൻ വീടിന്റെ ഇവിടെയൊക്കെ തുടയ്ക്കുന്നു പറഞ്ഞിട്ട് അയാൾക്ക് ഈ ക്ലീനിങ് എന്നുള്ള പ്രോസസ്സ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അയാൾക്ക് ഒരു ആസൂത്രണം ഉണ്ടായിരിക്കും. അതുപോലെ ഈ ജീവശരീരമുണ്ടല്ലോ, ജീവശരീരത്തെ ഇങ്ങനെ ഉരുവാക്കി തീർത്തത്, ഈ ശരീരത്തെ ഇങ്ങനെ ഉരുവാക്കി തീർത്തത് ജീവനാണ്. ജീവന് ഒരു ആവശ്യമുണ്ടായിരുന്നു, അതാണ് പർപ്പസ്. അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയുടെ തീരുമാനമാണ്. ആ ഉപരിവ്യവസ്ഥയുടെ പർപ്പസ് നടപ്പിലാക്കാനായിട്ട് ഈ ശരീരം ഉണ്ടായി. ഈ ശരീരം ഇതിനെ നടപ്പിലാക്കാൻ ഒരു ആസൂത്രണം നടത്തും. ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒറ്റയടിക്ക് നടക്കുന്ന പ്രോസസ് അല്ല. ഓരോന്നും അടിച്ചു വാരുക, അതിന് ആദ്യം ഇവിടെ അടിച്ചു വാരുക, അതിനുശേഷം അപ്പുറത്ത് അടിച്ചു വാരുക, അതിനുശേഷം അപ്പുറത്ത് അടിച്ചു വാരുക, ഇങ്ങനെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുക. ആ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ധർമ്മം. എന്റെ ഉദ്ദേശം നടപ്പിലാക്കാനായിട്ട് ഞാൻ നടപ്പിലാക്കുന്ന പ്രവർത്തന പരമ്പരയുണ്ടല്ലോ, ആ നടപ്പിലാക്കേണ്ടുന്ന പ്രവർത്തനങ്ങളുടെ പരമ്പര, ആ നടപ്പിലാക്കേണ്ടുന്ന പ്രവർത്തനത്തെയാണ് ധർമ്മം എന്ന് പറയും. ഞാനിവിടെ അടിച്ചു വാരേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ ധർമ്മം. അടിച്ചു വാരിക്കഴിഞ്ഞാൽ അവിടെ വൃത്തിയാകണം. ഈ വൃത്തിയാകാൻ ഞാൻ ചൂല് കൊണ്ട് അടിച്ചു വാരണം നിർബന്ധമൊന്നുമില്ല. വാക്യൂം ക്ലീനർ ഉപയോഗിക്കാം, ബ്ലോവർ ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് വേറൊരു പ്രോസസ്സാണ്. അപ്പോ ഞാൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തെ എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള ഒരു ആസൂത്രണം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഈ ആസൂത്രണ പരിപാടിയെയാണ് നമ്മൾ സാധാരണ രീതിയിൽ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോ ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യം നടപ്പിലാക്കാനായിട്ട് നമ്മൾ ആ പർപ്പസ് നടപ്പിലാക്കാനായിട്ട് ജീവൻ സംഘടിച്ച ജീവൻ ഒരു ശരീരത്തെ ഉണ്ടാക്കി. അപ്പോ ആദ്യം അതിന്റെ ആത്മമുണ്ടായി. ആത്മമല്ല ഉണ്ടാകുന്നതിന് മുമ്പ് വേറെ ചില കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ഈ വട്ടത്തിൽ വരില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ആദ്യം ആത്മമുണ്ടായി. ഈ ആത്മം എന്നുള്ളത് ശരീരത്തെ ഉണ്ടാക്കി. ശരീരം അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് ഒരു ധർമ്മ ആസൂത്രണ പദ്ധതി ഉണ്ടാക്കി. ആ ധർമ്മ ആസൂത്രണ പദ്ധതിയാണ് കർമ്മങ്ങളെ ഉണ്ടാക്കുന്നത്. അപ്പോ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്ന ആ പ്രവർത്തനത്തിന്റെ പേരാണ് മനസ്സ്. ഇപ്പൊ 3 കാര്യങ്ങളായി: ശരീരം, ജീവൻ, മനസ്സ്. ഈ ജീവനാണ് ഇതിന് മുമ്പും ശേഷവും പ്രവർത്തിക്കുന്നത്. അപ്പൊ ജീവൻ, ശരീരം, മനസ്സ്, 3 കാര്യങ്ങളുണ്ടായി. അപ്പോ എന്ത് പ്രവർത്തിക്കണം എന്ന് തീരുമാനമായി. പക്ഷെ എപ്പോൾ പ്രവർത്തിക്കണം, എവിടെ പ്രവർത്തിക്കണം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. എപ്പോൾ പ്രവർത്തിക്കണം, എവിടെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യമാണ് നമ്മുടെ പരിസരവുമായി ചേർന്ന് അനുരൂപപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടത്. ഇപ്പോ ഞാൻ വാക്യൂം ക്ലീനർ ഉപയോഗിക്കേണ്ടത് മുറ്റത്തല്ല, വീടിനകത്താണ്. അപ്പോ വീടേതാ മുറ്റമേതാ എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ, വീടും മുറ്റവും തമ്മിലുള്ള വേർതിരിവ് എനിക്ക് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് അവിടെ എന്ത് ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയും. അപ്പോ അവിടെ എന്ത് എടുക്കണം എന്നുള്ള തീരുമാനം എനിക്ക് ഉണ്ടാകണമെങ്കിൽ എനിക്ക് അവയുമായി പൊരുത്തമാകാൻ കഴിയും. ഞാൻ മുറ്റവുമായി പൊരുത്തമാകാൻ കഴിയണം, എന്റെ അകം ലോകവുമായി പൊരുത്തമാകാൻ കഴിയണം. ആ പൊരുത്തമാകലിനെയാണ്, അനുരൂപനത്തെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ ആദ്യം പറഞ്ഞ ജീവൻ, ശരീരം, മനസ്സ്, ജ്ഞാനം. അപ്പൊ ഇത് നടപ്പിലാകണമെങ്കിലോ അതിനുള്ള ഊർജം വേണം, ശക്തി വേണം. ആ ശക്തിയുടെ ഇടപെടലിനെയാണ് നമ്മൾ ചൈതന്യം എന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങളുമുള്ള ഒന്നാണ് നിങ്ങൾ. ഈ 5 കാര്യമുള്ള ഒന്നാണ് നമ്മൾ ഇവിടെ കാണുന്ന ഓരോ സംവിധാനം. നമ്മൾ എന്തിനെ കണ്ടാലും അതിനും ഈ 5 ഭാവങ്ങൾ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണ്, നാക്ക്, മൂക്ക്, കാത്, ത്വക്ക്. ഈ 5 കാര്യങ്ങൾ കൊണ്ട് സ്പർശം, രസം, ഗന്ധം, രൂപം, സ്പർശം, രസം, നാദം, ഇങ്ങനെ 5 കാര്യങ്ങളും നമ്മൾ ബോധ്യപ്പെടും. ഈ 5 കാര്യങ്ങളാണോ അതിനകത്തുള്ളത്? അല്ല. ഈ 5 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഗ്രാഹ്യശേഷി അവിടെ ആയതുകൊണ്ട് നമ്മൾ അത്രയും ഭാഗങ്ങൾ ഗ്രഹിക്കുന്നു. അത്രയും കാര്യങ്ങളെ ഗ്രഹിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളെ കുറിച്ചുള്ള ബിംബങ്ങൾ നമുക്ക് കിട്ടും. അത്രയും കാര്യങ്ങളെ കുറിച്ചുള്ള ബിംബങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് സത്യത്തിൽ എന്താണ് കിട്ടുക? അതിന്റെ ഭൗതിക ഘടനയെക്കുറിച്ചുള്ള രൂപ അല്ലെങ്കിൽ ഭൗതിക ഘടനയെക്കുറിച്ചുള്ള അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പിടികിട്ടും. ഒരാളുടെ ശരീരം കിട്ടും. നമുക്ക് ഒരല്പം രസം കിട്ടി. രസം, സാമ്പാറിന്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ ചോറിനൊക്കെ നമ്മൾ ചേർക്കുന്ന രസമുണ്ടല്ലോ, രസം കിട്ടി. ഈ രസം കിട്ടിക്കഴിഞ്ഞാൽ രസം വെള്ളം പോലെ ഇരിക്കും, കണ്ടു. അതിനൊരു ഗന്ധമുണ്ട്, വെള്ളുള്ളിയുടെയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഗന്ധമുണ്ട്. അതിനൊരു ഒരു രുചിയുണ്ട്. അത് കയ്യിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു ചൂടുണ്ട്. ഇതിങ്ങനെയുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആ സാധനത്തിന് സെൻസ് ചെയ്ത് രസമാണെന്ന് പറയുന്നു. അമ്മയുണ്ടാക്കിയ രസമാണെങ്കിലും
അതിന് സവിശേഷത കൂടുതൽ. ഇന്നലെ ഉണ്ടാക്കിയ രസമാണെങ്കിലോ കഴിച്ചാൽ ചിലപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് മാറേണ്ടി വരില്ല. എന്നുവെച്ചാ നമ്മൾ ഈ പറയുന്ന രസത്തിന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാവുന്ന ഗുണങ്ങളുണ്ടല്ലോ, ഈ ഗുണങ്ങൾക്കും അപ്പുറത്ത് ഗുണങ്ങളുണ്ട്. അമ്മയുണ്ടാക്കിയ രസമാണെങ്കിൽ വിശിഷ്ടമാണ്, പഴയ രസമാണെങ്കിൽ ചിലപ്പോ അസുഖമുണ്ടാക്കും. അനുചിതമായ സാധനങ്ങൾ ചേർത്തിട്ടുള്ള ദുഷ്ടബുദ്ധിയോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള രസമാണെങ്കിൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ വീണ്ടും ആട്രിബ്യൂട്ട്സ് കൂടിക്കൊണ്ടിരിക്കും. അതിന്റെ ഗുണങ്ങൾ ഇങ്ങനെ, ഗുണം എന്ന് വെച്ചാൽ അതിന് നമുക്ക് അതിൽ കണ്ടെത്താവുന്ന ഗുണങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എവിടെ നിന്നാണ് കണ്ടെത്തുക? നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ പറ്റുമോ? ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ പറ്റില്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ പറ്റുന്നത് പരിമിതമാണ്. അതും നമ്മൾ ഇടപെടുകയാണെങ്കിൽ മാത്രമേ ഇന്ദ്രിയങ്ങൾ എല്ലാം ഉപയോഗിക്കാൻ പറ്റൂ. രസം ഒരു മേശപ്പുറത്തിരിക്കുന്നത് കണ്ടിട്ട് രസം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് അത് രസമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ അക്ഷരങ്ങളിൽ നിന്നും നമ്മൾ തെറ്റിദ്ധാരണകൾ നേടുന്നത്. അക്ഷരങ്ങളിലൂടെ നമ്മളൊരു സംഭവം രസം എന്ന് വായിച്ചാൽ നമ്മൾ രസം എന്ന് മനസ്സിലാക്കുന്നു. അവിടെ രസം ഉണ്ടാകുന്ന വെച്ചാൽ രസം ഉണ്ടാകും എന്നത് നമ്മൾ എടുക്കുന്നു. നമ്മൾ ആ ഒരു ആശയത്തെ എടുക്കുന്നു. ആ ആശയത്തെ നമ്മൾ അങ്ങ് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന കാഴ്ചയെ നമ്മൾ എടുത്തു വെക്കുന്നതാണ് സ്മൃതി അല്ലെങ്കിൽ ഓർമ്മ എന്നുള്ളത്. നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്ന സമയത്ത് ആ അക്ഷരങ്ങളിലൂടെ നമ്മളൊരു ആശയബിംബത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആശയബിംബത്തെ നമ്മൾ എടുത്തിട്ട് അത് ഓർത്തു വെക്കും. യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ട് പോലും നമ്മൾ അനുഭവിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ അതിനെ എടുത്ത് സൂക്ഷിച്ചു വെക്കും. അതാണ് സത്യമെന്ന് നമ്മൾ വിചാരിക്കും. മനുഷ്യനെ കറപ്റ്റ് ചെയ്യാൻ ഏറ്റവും ആദ്യം ഉപയോഗിച്ച ഒരു ടൂളുകളിൽ ഒന്നെന്ന് പറയുന്നത്, സംസ്കൃത മനുഷ്യനെ കറപ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് അക്ഷരമാണ്. അക്ഷരത്തിന്റെ രൂപത്തിൽ നമുക്ക് ആശയങ്ങളെ ഉള്ളിലേക്ക് കയറ്റാം. അത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. ഭാവിക്കാനും ഭാവന ചെയ്യാനും ഗുണപ്പെടുന്ന കാര്യമാണ്. അക്ഷരങ്ങൾ വഴി നമ്മളെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരുന്നു, സ്മൃതിയിലേക്ക് കൊണ്ടുവരും. നമുക്ക് അറിയില്ല അത് എവിടേക്കാണ് ബാധിക്കുന്നത്. അപ്പോ നമ്മൾ കാണുന്ന കാഴ്ച, ആ കാഴ്ചയിൽ ഭൗതികമായ ശരീരത്തിൽ നിന്നും ഭൗതികമായ രൂപത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നതാണ് ആദ്യത്തെ കാഴ്ച. ഇന്ദ്രിയങ്ങളെല്ലാം കൊണ്ട് ഓരോന്ന് കൊണ്ടും ഇടപെടുമ്പോഴും അതിനെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യങ്ങൾ കൂടി വരും. പക്ഷെ ഈ അഞ്ചിന്ദ്രിയവും ചേർന്ന് കഴിയുമ്പോഴോ, അഞ്ചിന്ദ്രിയങ്ങൾ കൊണ്ടും കണ്ടു കഴിയുമ്പോഴോ സാധാരണ രീതിയിൽ അവിടെ അത് തീരുന്നു. ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പൂച്ചയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ അഞ്ചിന്ദ്രിയങ്ങളും കൊണ്ടും കാണാവുന്നത്രയും വരെ ചെല്ലും. അതിനും അപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ കഴിയും. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്താണ്? മൂർത്ത രൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനും ഭാവന ചെയ്യുന്നതിനെ മൂർത്തവൽക്കരിക്കുന്നതിനുമുള്ള ശേഷിയാണ്. അതായത് ഒരു എക്സാമ്പിൾ ആവശ്യമില്ല. നമുക്കൊരു വീട് കെട്ടാൻ നമ്മുടെ ഒരു ഐഡിയ കിട്ടിയാൽ മതി. നമ്മൾ ആ ഒരു വീടുണ്ടാക്കി, അടുത്തൊരു വീട് കിട്ടുമ്പോൾ ഇതിന് ഇന്ന കുഴപ്പങ്ങൾ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് വേറൊരു വീട് കിട്ടും. ഒരു കാക്ക കൂട് കെട്ടുമ്പോൾ ഒരു രൂപത്തിൽ കെട്ടും. പിറ്റേന്ന് ആ കാക്ക കൂട് കെട്ടുന്ന സമയത്ത് ഇതേപോലെ തന്നെ വീണ്ടും ഒരു കൂട്, അടുത്ത കൂടുണ്ടാക്കുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ കിട്ടുന്ന മെറ്റീരിയലിലുള്ള മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. കൂട് ഒരുപോലെ തന്നെ ഉണ്ടാവും. കൂടിന്റെ ഘടന ഒരുപോലെ തന്നെയായിരിക്കും. കാരണം അത് സഹജാവബോധത്തിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളോ ഭാവനയുടെ അവബോധ ലോകത്ത് നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലുണ്ടാക്കിയതല്ല നമ്മൾ പിന്നൊരിക്കലുണ്ടാക്കുക. കാരണം നമുക്ക് ഭാവന മൂർത്ത രൂപങ്ങളില്ലാതെ, ഇതിനു മുമ്പ് ഒരു കാര്യം കണ്ടതിന്റെ ഭാവനകളില്ലാതെ എക്സാമ്പിൾ ഇല്ലാതെ ഭാവന ചെയ്യാൻ നമുക്ക് കഴിയും. അങ്ങനെ മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനുള്ള ശേഷിയാണ് നമുക്കുള്ളത്. അങ്ങനെ മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യുന്ന നമ്മൾ ഒരു കാര്യത്തെ കാണുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മൾ കാണുന്ന ഒരു കാര്യത്തെ നമ്മൾ എടുക്കുന്നു. ഇതിനുമപ്പുറത്തുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെ ബോധ്യപ്പെടുത്തുന്നത് അവന്റെ വിവേകമാണ്. വിവേകം നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ഥിതം, ചലസ്ഥിതം, ചലം. നാലാമത് പറഞ്ഞത് ജൈവം എന്നാണ്. ജൈവം എന്ന് പറയുന്ന സത്തകൾക്കാണ് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ബോധ്യമാവുക. അതിജൈവം എന്ന് പറയുന്നതിന് ഇന്ദ്രിയാതീതമായിട്ട്, ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടുന്നതിലും അതീതമായി അവയുടെ ആട്രിബ്യൂട്ട്സിനെ, അവയുടെ ഗുണങ്ങളെ കണ്ടറിയാൻ ഒക്കെ ഉള്ള ഒരു ശേഷിയുണ്ട്. ആ കണ്ടറിയാനുള്ള ശേഷി എന്ന് പറയുന്നതാണ് വിവേകം എന്ന് പറയുന്നത്. ഈ വിവേകം ഭാവനയുടെ സ്വാധീനത്താൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നതാണ്. കാരണം മനുഷ്യൻ ഭാവനയുള്ളവനാണല്ലോ, മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനായ ആണല്ലോ ഈ ഭാവനയുടെ കാര്യത്തിൽ. അവനാണ് വിവേകമുണ്ടാകുന്നത്.
ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ വിവേകത്തോടു കൂടിയാണോ കാര്യങ്ങളെ കാണുന്നത്? ഇന്ദ്രിയങ്ങളിൽ നിന്നും കിട്ടുന്ന 5 കാര്യങ്ങളെ പോലും നമ്മൾ പൂർണ്ണമായിട്ടും എടുക്കുന്നില്ല. ഈ 5 കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്രതിപാദനം ഒരു അക്ഷരരൂപത്തിൽ വന്നു കഴിഞ്ഞാൽ, ഒരു സംജ്ഞ കണ്ടു കഴിഞ്ഞാൽ, ആ സംജ്ഞയിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ ബോധ്യമായി എന്ന് നമ്മൾ കരുതും. ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ചിത്രത്തിലൂടെ ഇതെല്ലാമാണ് അതിന്റെ അടിസ്ഥാന തത്വം എന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഓരോ കാര്യത്തിൽ നമ്മൾ ബോധ്യപ്പെടുന്നത്. വിവേകത്തോടെ മനസ്സിലാക്കാനുള്ള ശേഷി നമുക്ക് പ്രകൃതി, പ്രപഞ്ചം അല്ലെങ്കിൽ ഈശ്വരൻ തന്നിട്ടുണ്ട്. ആ വിവേകത്തെ ഉപയോഗിക്കാതെ നമ്മൾ കേവലം ഭൗതികമായ രൂപത്തിൽ കിട്ടുന്ന കാര്യങ്ങളെ, ഒരു പക്ഷെ അവ പോലും ഇല്ലാതെ അവയെക്കുറിച്ചുള്ള സൂചനകൾ തരുന്നതിൽ നിന്നും മാത്രം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അതാണ് ശരിയെന്ന് കരുതും. അങ്ങനെ കാണുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്നുള്ളത്. അതിന് വിദ്യാഭ്യാസവും സംസ്കാരവും യുക്തിയും അക്കാഡമിയും ഒക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ. അപ്പോ കാര്യങ്ങളെ കാണുന്നത് ഇങ്ങനെ ഇഴ പിരിച്ച് ബോധ്യപ്പെടുന്നതാണ് നമ്മുടെ രീതി. ഇഴ പിരിക്കുക, ഇഴ ചേർക്കുക. ഇപ്പൊ നമ്മളൊരു കയറ് കിട്ടുകയാണെങ്കിൽ കയറ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും. കയറുണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് മുത്തശ്ശിമാരൊക്കെ പഴയ സാധനങ്ങളൊക്കെ ചേർത്ത് കയറുണ്ടാക്കണം കണ്ടിട്ടുണ്ടാവും. വെറുതെ ഇങ്ങനെ നൂലോ തുണിയോ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിരിക്കുക, വേറൊരു നൂലോ തുണിയോ എടുത്തിട്ട് പിരിക്കുക. ഈ രണ്ടും കൂടെ പിരിച്ച് ടെൻഷനായി നിൽക്കുമ്പോൾ രണ്ടിനെയും കൂടെ ഒരുമിച്ച് പിരിച്ചു കഴിഞ്ഞാൽ അവ ഒരു കയറായി തീരും. പിന്നെ അതൊരൊറ്റ സത്തയാണ്. അതിന് ഭയങ്കര ബലമാണ്, അതിന് ഭയങ്കര പിരിമുറുക്കമാണ്. അങ്ങനെയുള്ള ഒന്നാണ് ആ സമഗ്രം വെച്ചാൽ അഗ്രം എല്ലാം കൂടെ ചേർന്നത്. അത്തരം സമഗ്രമായ കയറെന്ന് പറയുന്നത് ആ പിരിയൻ സാധനമാണ്. അതിനാണ് ഇഴ ചേർക്കുക എന്ന് പറയുന്നത്. എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ അതൊരു ഒറ്റ സത്തയായിട്ട് വരും. നമ്മൾ വീട്ടിലൊരു കയറ് ഉണ്ട്, നമ്മുടെ ഒരു ചെറിയൊരു ആവശ്യത്തിന് ചെറിയൊരു കയറ് മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ കയറിനെ, നമ്മുടെ വലിയ കയറിനെ നമ്മൾ അങ്ങ് പിരിക്കും. ഇഴ പിരിച്ചിട്ട് വെവ്വേറെയാക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ചെറിയൊരു സാധനം കിട്ടി. ഇതിന് വലിയ കയറിന്റെ ഗുണമുണ്ടോ? ഇല്ല. വലിയ കയറിന്റെ ഗുണമല്ല, ചെറിയ കയറിന്റെ ഗുണമാണുള്ളത്. വലിയ കയറിന്റെ ഗുണമില്ല. വലിയ കയറിന്റെ ഗുണമാണുള്ളത്, ചെറിയ കയറിന്റെ ഗുണമടക്കം അതിനകത്തുണ്ട്. എന്നാൽ വലിയ കയറിന്റെ ഗുണങ്ങൾ മുഴുവൻ ചെറിയ കയറിലില്ല. കാരണം ഇഴ പിരിഞ്ഞു പോയി. ഇഴ പിരിയുന്ന സമയത്ത് അതിന്റെ ഗുണങ്ങളെ ആ വലിയ കയറിന്റെ ഗുണങ്ങളെ കുറച്ച് കൊണ്ടാണ് വരുന്നത്. കുറയ്ക്കുക എന്ന് വെച്ചാൽ റെഡ്യൂസ് ചെയ്യുക. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് റിഡക്ഷനിസ്റ്റ് സമീപനം എന്ന് പറയും. നമ്മൾ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നു. ശരീരത്തെക്കുറിച്ച് പഠിച്ച് വൈദ്യം പഠിച്ചിട്ടുള്ള ഒരാള് ഡിഗ്രി കഴിയുമ്പോൾ അയാൾ കയ്യെക്കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ തോലിനെ കുറിച്ച് പഠിക്കുന്നു. അതിൽ അയാൾ ഇനി PhD ചെയ്യാൻ പോവുകയാണെങ്കിൽ തോലിന്റെ ഒരു ഭാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൈയുടെ ഒരു നഖത്തെക്കുറിച്ച് പഠിക്കുന്നു. അതിലും അയാൾ സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ നഖത്തിന്റെ ഒരു പാർട്ടിനെ കുറിച്ച് പഠിക്കുന്നു. അയാൾ അതിനെക്കുറിച്ച് പഠിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ നഖത്തെക്കുറിച്ച് പറയാൻ അയാൾക്ക് കഴിയും. പക്ഷെ ആ നഖമിരിക്കുന്ന കയ്യുമായ ബന്ധത്തെ അയാൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ, ചേർത്തു വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇന്റഗ്രേറ്റ് ചെയ്യാൻ, ഒരുമിച്ച് ചേർക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരുമിച്ച് ചേർക്കുക, ഇഴ ചേർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നഖത്തെക്കുറിച്ച് പഠിച്ച പഠിത്തം ഉണ്ടല്ലോ, അത് കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ആധുനിക ശാസ്ത്രവും ആധുനിക വിദ്യാഭ്യാസവും ആധുനിക സാങ്കേതികതയൊക്കെ തന്നെ ഈ പറഞ്ഞ റെഡ്യൂസ് ചെയ്ത് ബോധ്യമാകുന്ന യഥാർത്ഥ സത്തയിൽ നിന്നും അതിനെ ഇഴ പിരിച്ച് റെഡ്യൂസ് ചെയ്ത് ബോധ്യമാകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളെ കടത്തിക്കൊണ്ടുവന്നത്. അത് നമുക്ക് ഏൽപ്പിച്ച ആഘാതമനുസരിച്ച് കാണുന്ന കാര്യങ്ങളെല്ലാം ഇഴ പിരിച്ചു മാത്രം ബോധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയി. ആ ഇഴപിരിക്കലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുമായി ചേർത്ത് വെച്ചതിനെ മാത്രം നമ്മൾ പിരിച്ചെടുക്കും, ബാക്കിയുള്ളവ നമ്മൾ കാണില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളിലൊക്കെ തന്നെ ഈ റെഡ്യൂസ്ഡ് ആയിട്ട് ഒരു കാഴ്ച മാത്രമേ അതിനകത്തുള്ളൂ. നമ്മൾ കാണുന്ന കാഴ്ചയിലെ ഏറ്റവും ഇഴ പിരിഞ്ഞുകൊണ്ടുള്ള ഒരു കാഴ്ചയെ കാണാനാണ് നമ്മൾ പഠിച്ചത്, അതിനാണ് നമ്മൾ ശീലിച്ചത്, അതിലൂടെയാണ് നമ്മൾ കാഴ്ചകൾ കാണുന്നത്. നമ്മൾ എന്താണോ പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഏത് സംസ്കാരത്തിലാണോ വളർന്നത്, നമുക്ക് ഏത് മതപശ്ചാത്തലമാണോ ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഏത് ഭാഷാ പശ്ചാത്തലമാണോ ഉള്ളത്, അതില് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് മലയാളമാണത്രേ, കേരളീയരാണത്രേ. ഏറ്റവും ക്രൂക്കുകളായിട്ടുള്ളത് മലയാളികളും നൈജീരിയൻസ് ആണെന്നാണ് പറയുന്നത്.
അപ്പോ ഈ ഒരു വിഭാഗമായി തീർന്നത് ഇങ്ങനെ ആയിത്തീർന്നത് ഇതൊക്കെ ശീലിച്ചത് കൊണ്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നതിന്റെ രത്നചുരുക്കം ഇതാണ്: നമ്മൾ കാര്യങ്ങളെ ഇഴപിരിച്ച് ബോധ്യമായി കഴിഞ്ഞിട്ട്, അങ്ങനെയാണ് ബോധ്യപ്പെടേണ്ടതെന്ന് ബോധ്യമായി കഴിഞ്ഞിട്ട്, പിന്നെ നമ്മളൊന്ന് കാണുന്ന കാഴ്ചയിലെല്ലാം തന്നെ അപൂർണമായ കാഴ്ചയായിരിക്കും ഉണ്ടാകും. ഒരിക്കലും പൂർണ്ണമാകില്ല. പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് ഇഴ ചേർക്കാൻ കഴിയും. ആ ഇഴ ചേർക്കലിനെയാണ് നമുക്ക് ഒട്ടും മനസ്സിലാകാതെ പോയിട്ടുള്ളത്. ഇത് ഇഴചേർത്ത് മനസ്സിലാവുക എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ചിന്തയൊന്നുമല്ല. അനാദികാലം മുതൽ അതുണ്ട്. ശരീരത്തെ ഭൂതങ്ങളായിട്ട് കരുതി, പഞ്ചഭൂതങ്ങൾ, ഭൗതികം എന്നുള്ളതാണ് ഭൂതം എന്ന് പറയുന്നത്, പഞ്ചഭൂതങ്ങളായിട്ട് കരുതി. ആ പഞ്ചഭൂതത്തിലെ ഓരോന്നിനും ഓരോ സവിശേഷ സ്വഭാവമുള്ളതായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഖരം, ദ്രാവകം, വാതകം എന്ന് പറഞ്ഞത്. ഇത് തന്നെയാണ് ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. ആകാശം, അഗ്നി എന്ന് പറയുന്ന നമ്മുടെ ക്രമത്തിൽ അങ്ങനെയാണ് വരിക. ആകാശം, അഗ്നി എന്ന് പറയുന്ന 5 എണ്ണമായിട്ട് വരുന്നത്. ഇവ ഓരോന്നിനും അവയുടെ സവിശേഷ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവത്തിനെയാണ് അനുസരിച്ചാണ് ഇവയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവ ഓരോന്നിനെയും ബോധ്യപ്പെടുന്നു. ഇപ്പോ ഒരു വസ്തു ഉണ്ടായി എന്നുള്ളതിനേക്കാളും ഈ പഞ്ചഭൂതത്വങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യ ശരീരത്തെ വെച്ചുകൊണ്ടാണ് സാധാരണ രീതിയിൽ പറയുന്നത്. ഇപ്പം മനുഷ്യ ശരീരത്തെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്ന കർമ്മങ്ങളുണ്ട്, കർമ്മ ഇന്ദ്രിയങ്ങളുണ്ട്. കർമ്മ ഇന്ദ്രിയങ്ങൾക്ക് പ്രേരണയാകുന്ന കർമ്മങ്ങളുണ്ട്. ഇതെന്തൊക്കെ കർമ്മങ്ങളാണ്? 5 കർമ്മങ്ങൾ, കർമ്മ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളും. ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഇന്ദ്രിയങ്ങൾക്ക് പ്രേരണയാകുന്ന രാഗങ്ങളുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കാര്യത്തിനും ധർമ്മത്തെ, ശരീരത്തെ നിർണയിക്കുന്നത്, പ്രതിഭാസത്തെ നിർണയിക്കുന്നത്, മനോവ്യാപാരത്തെ നിർണയിക്കുന്നത്, മനോവ്യാപാരത്തിനകത്ത് തന്നെ സ്മൃതിയെ നിർണയിക്കുന്നത്, അനുരൂപനത്തെ നിർണയിക്കുന്നത്, കാര്യകാരണങ്ങളെ നിർണയിക്കുന്നത്, ഇങ്ങനെ നിർണയിക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ. ഇവയെല്ലാം ചേർന്നുകൊണ്ടാണ് ഒരു സംഭവം നമ്മുടെ മുന്നിൽ ഉണ്ടാവുക. ഞാനൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി എന്ന് പറയുന്നത് ആ ശരീരം മാത്രമല്ല. അയാൾ എന്നോട് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥയിലാണെന്നിരിക്കട്ടെ, അയാൾ ദേഷ്യപ്പെടുന്നതിന് ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുമല്ലോ. ഈ പശ്ചാത്തലം അയാളുടെ ഭാഗമല്ലേ? ഞാൻ അയാളെ കാണുമ്പോൾ, അയാൾ എന്നോട് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ആ പശ്ചാത്തലത്തെ കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോ ഒരു പഴയ കഥയുണ്ട്. അതായത് ഞാനതിനു മുമ്പ് ഒരിക്കൽ ഫ്രൈഡേ വിസിറ്റത്തിൽ പറഞ്ഞതാണ്. ഈ ഒരു എന്താ പറയാ, ഗാർഡനില്, ഹോസ്പിറ്റലിന്റെ മുന്നിലുള്ള ഒരു ഗാർഡനിൽ ഒരു മാന്യനായിട്ടുള്ള ഒരാൾ പത്രം വായിക്കുക. അപ്പോ ഒരു അച്ഛനും 2 കുട്ടികളും വന്നിട്ട് അവിടെ വന്നു. അച്ഛനോട് അടുത്തിരുന്നു. അപ്പോ കുട്ടികൾ ഭയങ്കര കുസൃതികളാണ്. അവര് ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കുന്നു. അപ്പോ ഈ മാന്യനായിട്ടുള്ള ആള്, പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഇതൊന്ന് നോക്കി. ഈ കുസൃതികൾ തന്റെ ആ സ്വതന്ത്രമായ ഇരിപ്പിനെ ബാധിക്കുമല്ലോ. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഇയാളുടെ കാലിൽ തട്ടുന്നുണ്ട്, പത്രത്തിൽ തട്ടുന്നുണ്ട്. അപ്പോ ഈ അച്ഛനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അപ്പോ 2-3 തവണ അച്ഛനെ വളരെ രൂക്ഷമായിട്ട് ഇയാൾ നോക്കി. ഈ അച്ഛൻ ആണെങ്കിൽ വലുതായിട്ട് പ്രതികരിക്കുന്നുമില്ല. ഈ രൂക്ഷമായ നോട്ടം കണ്ടിട്ടും പ്രതികരിക്കുന്നില്ല. അപ്പോ അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തൊരു ഉത്തരവാദിത്തമില്ലാത്ത അച്ഛനാണ്. നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തുന്നത്? അവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. അവർക്ക് സംസ്കാരം പഠിപ്പിക്കണ്ടേ? അവരെ ഒരു പൊതുസ്ഥലത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത് നിങ്ങൾ പഠിപ്പിക്കണ്ടേ? അവിടെ എത്തുമ്പോ അഥവാ കുട്ടികളാണ്, അവരെ അവിടെ ഇരുത്താൻ നിങ്ങൾ ശ്രമിക്കണ്ടേ? നിങ്ങൾ അതിലെന്താ ശ്രദ്ധിക്കാത്തത്? അപ്പോ അല്ല, കുട്ടികൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് ചോദിച്ചു. ഇന്ന് ഇയാള് പറഞ്ഞു. അപ്പോ ഇയാൾക്ക് വീണ്ടും അച്ഛന്റെ ഉത്തരവാദിത്തമില്ലായ്കയോടുള്ള വല്ലാത്ത ഒരു അസ്ഥിതയില്, നിങ്ങൾ വളരെ മോശമായിട്ടുള്ള ഒരു അച്ഛനാണെന്ന് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാനൊരു വല്ലാത്ത പ്രതിസന്ധിയിൽ ഇരിക്കുകയാണ്. ആ ഓടി നടക്കുന്ന കുട്ടികളോട് ഈ ഹോസ്പിറ്റലിനകത്ത് അവരുടെ അമ്മ മരിച്ചു കിടക്കുകയാണ് എന്ന സത്യം ഞാൻ ഇങ്ങനെ പറയുമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഷൗട്ട് ചെയ്ത ആളുടെ വായ കിടന്നിട്ട് ആ കുട്ടികൾ ഓടിക്കളിക്കുകയാണ്, ഇയാൾ അവിടെ ഇരിക്കുകയാണ്. ഇതെങ്ങനെ പറയണമെന്നറിയില്ല. ഈ കാര്യത്തെ കുട്ടികൾ ഓടിക്കളിക്കുന്നത് മാത്രം വെച്ചിട്ട് മനസ്സിലാക്കിയ അയാൾ ഈ യാഥാർത്ഥ്യത്തെ, ആ കുട്ടികളുടെ അമ്മ മരിച്ചു എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയപ്പോ, അത് പറയാൻ കഴിയാതെ ഇരിക്കുന്ന അച്ഛന്റെ വിഷമത്തെ കുറിച്ച് ആലോചിച്ചപ്പോ
അയാൾ പത്രം അവിടെ ഇട്ടിട്ട് ഇയാളുടെ അടുത്ത് നിന്ന് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ഈ ആദ്യത്തെ കാഴ്ചയും ഇപ്പോഴത്തെ കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? നമ്മൾ കാര്യത്തെ കൂടുതൽ പിന്നാമ്പുറത്തോടു കൂടി അറിയുന്ന സമയത്ത് കൂടുതൽ വ്യക്തത നമുക്ക് എത്രത്തോളം അതിനകത്തേക്ക് ആട്രിബ്യൂട്ട്സ് കൊടുക്കാൻ കഴിയുമോ, അതായത് ഭൗതികമായ രൂപം, അതിന്റെ പ്രതിഭാസപരമായ രൂപം, അതിന്റെ എന്താ പറയാ ധർമ്മപരമായ രൂപം എന്നുള്ളതിന് മാനം എന്ന് വേണമെങ്കിൽ വിളിക്കാം, അങ്ങനെ ഒരു മാനം, അതിന്റെ അനുരൂപനപരമായ മാനം, അതിന്റെ ചൈതന്യപരമായ മാനം, അതിന്റെ സ്ഥലപരമായ മാനം, അതിന്റെ രൂപം, ഭാവം, ഭവം, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. ഇത്രയും കൊണ്ട് നിൽക്കുമോ? ഇല്ല. ഇനി ഇത് ആരുടെയാണ്? ഒരു കല്ല്, ഇത് ജവഹർലാൽ നെഹ്റു ചുംബിച്ച കല്ലാണെന്ന് പറഞ്ഞ സംഭവത്തിന്റെ മൂല്യം മാറിയില്ല. അപ്പോ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ വാല്യൂസ്, ഇങ്ങനെ ഒട്ടേറെ വാല്യൂസ് ഉള്ളതാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഓരോന്നും. നമ്മുടെ പറമ്പിന്റെ അങ്ങേയറ്റത്ത് ഒരു ചെടി ഉണ്ടെങ്കിൽ അതിന്റെ വിപണി മൂല്യമാണ് നമ്മൾ ആലോചിക്കുക. ആ ചെടി വളർന്നു വന്നാൽ അത് നൽകുന്ന ഫലങ്ങൾ എത്ര, ആ ചെടി വളർന്നു വന്നു കഴിഞ്ഞാൽ അതിനെ വെട്ടിവിറ്റാൽ കിട്ടുന്ന പണം എത്ര എന്ന രീതിയിൽ നമ്മൾ അതിനെ അനുമാനിച്ചിട്ട് നമ്മൾ അതിനൊരു വിലയിടും. എന്നിട്ട് നമ്മൾ തീരുമാനിക്കും ആ ചെടി അവിടെ നിൽക്കണോ വേണ്ടയോ. ചെടിക്കറിയാം ചെടിയുടെ അകത്തെ കാര്യം എന്താണ്, ചെടിക്ക് അറിയൂ, നമുക്കറിയില്ല. അപ്പോ അതിന്റെ സമ്പൂർണ്ണ മൂല്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ, അത് പരിസ്ഥിതിയിൽ, അതിന്റെ പ്രകൃതിയിൽ അത് ഉണ്ടായി വന്നത് എന്തുകൊണ്ട്, ആരാ ഉണ്ടാക്കിയത്? ഉപരിവ്യവസ്ഥ അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. ഉപരിവ്യവസ്ഥ അല്ലെങ്കിൽ പ്രകൃതി എന്നെ ഉരുവാക്കിയത് എന്ത് പർപ്പസ് കൊണ്ടാണോ അതേപോലൊരു പർപ്പസ് കൊണ്ടാണ് ആ ചെടി അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതവിടെ വേണോ വേണ്ടയോ എന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ടുള്ള ഒരു മൂല്യം കൊണ്ട് വിലയിരുത്തി തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ടോ? ഇല്ല. പകരം ഞാൻ അതിനെ കണ്ടറിയുന്നു പോലും ഇല്ല എന്ന കാര്യം ഞാൻ ബോധ്യപ്പെട്ടാൽ എനിക്ക് മനസ്സിലാകും എന്റെ ചെറുപ്പം. നമുക്ക് പലപ്പോഴും കാര്യങ്ങളെ സമ്പൂർണമായിട്ട് കാണാൻ കഴിയാത്തത് ഈ ഒരു തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. ഇവിടെയുള്ള എല്ലാത്തിനും പ്രകൃതിയുടെ ഒരു സൃഷ്ടി ചാതുരി അതിന്റെ പുറകിലുണ്ടെന്നും പ്രകൃതിയുടെ ഒരു ആവശ്യം അതിന്റെ പുറകിലുണ്ടെന്നും നമുക്കറിയില്ല. അങ്ങനെ അറിയാതെ പോയത് കൊണ്ടാണ് നമുക്ക് ആ സത്തയെ അതിന്റെ സമ്പൂർണമായ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ. ഞാൻ ബോധ്യമാകുന്നത് എന്റെ ശേഷികൾ വെച്ച്, എന്റെ അറിവുകൾ വെച്ച്, എന്റെ ചില സ്ഥിതിവിവരങ്ങൾ വച്ചാണ് എന്ന നമ്മുടെ ബോധ്യം ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു, ഈ പ്രകൃതി എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് ഇതെല്ലാം എത്രത്തോളം വിപുലപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് എനിക്കുള്ള ഒരു ബോധ്യം, എനിക്കുള്ള ഒരു സമ്മതി, എനിക്ക് ആ കാര്യത്തെ എഗ്രി ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇത്രത്തോളം കാര്യമുണ്ട്, എന്റെ അറിവ് പരിമിതമാണെന്നും എന്റെ കാഴ്ച പരിമിതമാണെന്നും ഈ കാഴ്ച പൂർണ്ണമാകണമെങ്കിൽ എന്റെ ഇന്ദ്രിയങ്ങൾക്കും അതീതമായി എന്റെ ആനുഭൂതികമായ, എന്റെ വൈകാരികമായ അല്ലെങ്കിൽ എന്റെ വിവേകപൂർണമായ കാഴ്ചകൾ കൂടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതിനുമപ്പുറത്ത് എന്റെ കാഴ്ചയ്ക്കുമൊക്കെ അതീതമായി പ്രകൃതിയുടെ, ഈശ്വരന്റെ ഒരു കയ്യൊപ്പ് അതിനകത്തുണ്ടെന്നും ഈശ്വരനാണ് അല്ലെങ്കിൽ പ്രകൃതിയാണ് അതിന്റെ പുറകിൽ ഉള്ളതെന്നും അതിനെ മുഴുവനായി കണ്ടറിയാൻ എനിക്ക് കഴിയില്ല എന്നുമുള്ള തിരിച്ചറിവ്, അതിന്റെ മുകളിലുള്ള സമ്മതി, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാഴ്ചയെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ കഴിയൂ. അപ്പോഴും കാഴ്ച പൂർണ്ണമാകില്ല. കാഴ്ച പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തോളം വലുതായി പ്രപഞ്ചമായി നിന്നുകൊണ്ട് വീക്ഷിക്കണം. അത് വലിയ വലിയ കാര്യങ്ങളാണ്, മഹത്തുക്കളുടെ കാര്യങ്ങളാണ്. അന്ന് മനുഷ്യന് പറ്റുമോ എന്നും നമുക്കറിയില്ല. അതുകൊണ്ട് അതങ്ങനെ ഒരു സ്വപ്നം എന്നുള്ള രീതി, സങ്കല്പം എന്നുള്ള രീതിയിൽ അത് വിട്ടുകളഞ്ഞേക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാര്യങ്ങളെ കാണുന്ന സമയത്ത് അതിനെ വിപുലമായൊരു ഫ്രെയിമിലിട്ട് കാണാൻ നമ്മുടെ ഈ കണ്ട കാഴ്ചയ്ക്കും അപ്പുറത്തൊരു സാധ്യത അതിനുണ്ടെന്നുള്ള ഒരു അനുമതി നൽകിയാൽ പോരെ. നിങ്ങൾക്ക് യുക്തമല്ലാത്ത, നിങ്ങൾക്ക് തൃപ്തമല്ലാത്ത ഒരു കാര്യം മുമ്പിൽ വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് യുക്തമായോ തൃപ്തമായോ തോന്നാത്തത്? നിങ്ങളുടെ ബോധ്യം അവിടെ ആയതുകൊണ്ടാണ്. അതിനും അപ്പുറത്തൊരു മാനം അതിനുണ്ടെങ്കിലും അത് നമുക്കറിയില്ലല്ലോ. പിന്നെ എന്റെ മുന്നിൽ ഒരു കാര്യം വന്നു, എന്റെ മുന്നിൽ വന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു വസ്തുത, ഒരു സാഹചര്യം വന്നു, എന്നെ ഇവിടെ കൊണ്ട് ഇങ്ങനെ ആക്കി തീർത്ത ആ ഉപരിവ്യവസ്ഥ തന്നെയാണ് അതിനെയും അവിടെ ഉരുവാക്കിയതെങ്കിൽ അതിനും കൃത്യമായിട്ടൊരു പർപ്പസ് ഉണ്ട്. അതിനെ നിന്ന നിപ്പിൽ തിരിച്ചു വെക്കാനോ ചോദ്യം ചെയ്യാനോ എനിക്കെന്താണ് അവകാശം? പകരം അതിനെ
വൈഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിൽ കാണാൻ ഞാൻ തുറന്നു വെക്കുകയാണെങ്കിൽ ഈശ്വരൻ എനിക്ക് തന്നിട്ടുള്ള, പ്രകൃതി എനിക്ക് തന്നിട്ടുള്ള ആ വിവേകത്തെ, ആ ബൗദ്ധികമായ ആ വികാസത്തെ ഞാൻ ഉപയോഗിക്കുന്നു എന്നർത്ഥം. അതല്ല ഞാൻ അതിനെ ചുരുക്കിയാണ് കാണുന്നതെങ്കിൽ, റെഡ്യൂസ് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ, ദൈവം എനിക്ക് നൽകിയിട്ടുള്ള അതിജൈവ സ്വഭാവത്തിന് പകരം ഞാൻ ജൈവ സ്വഭാവത്തിലേക്കും അതിലും അപ്പുറത്ത് ചല സ്വഭാവത്തിലേക്കും അല്ലെങ്കിൽ മൃത സ്വഭാവത്തിലേക്കും ജഡ സ്വഭാവത്തിലേക്കും ഞാൻ മാറുന്നു. നമ്മളെ കാര്യങ്ങളെ എത്രത്തോളം ചെറുതാക്കി കാണുന്നു അത്രത്തോളം നമ്മൾ ജഡമാകും. കാര്യങ്ങളെ എത്രത്തോളം വിപുലമായി കാണുന്നു അത്രത്തോളം നമ്മൾ വികസിച്ചു വരുന്നു, പരന്നു വരുന്നു, പടർന്നു വരുന്നു. അത്രത്തോളം നമ്മൾ ഈശ്വരീയം എന്നുള്ളൊരു അവസ്ഥയോട് ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കാഴ്ച പൂർണ്ണമാകണമെങ്കിൽ സാധ്യതകളെ അംഗീകരിക്കുക. നാം കണ്ടറിഞ്ഞ് കഴിഞ്ഞിട്ടില്ല എന്ന സമ്മതം നമുക്കുണ്ടാകും. ഞാൻ കാണുന്ന കാഴ്ചയിൽ ഞാൻ കണ്ടറിഞ്ഞ് കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പോൾ കണ്ടത് ഈ കാഴ്ചയാണ്, ഇതിനും അപ്പുറത്തേക്ക് വിപുലപ്പെടാനുണ്ടാവും, എനിക്കിഷ്ടമായോ ഇല്ലയോ ആ വസ്തു, ആ സാഹചര്യം അവിടെ ഉണ്ട്, അതിന് ഒരുപാട് സാധ്യതകളുണ്ട് എന്നതറിഞ്ഞുകൊണ്ട് അതിനെയും ആ ഉപരിവ്യവസ്ഥയാണ് രൂപീകരിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അതിനോട് പോലും നമുക്ക് വിയോജിപ്പ് തോന്നിയ ഒരു കാര്യത്തോട് പോലും ആദരവോടുകൂടി നിൽക്കാൻ നമുക്ക് കഴിയും. അവിടെയാണ് നമ്മുടെ വീക്ഷണം സമഗ്രമാണ്, അവിടെയാണ് നമ്മുടെ വീക്ഷണം ഇഴചേർന്നതാണ്, അവിടെയാണ് നമ്മുടെ വീക്ഷണം വിപുലപ്പെടുക. ഈ ഒരു വീക്ഷണത്തിലേക്ക് വരുവാൻ നിങ്ങൾക്കും കഴിയുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയാവതരണം ഇവിടെ നിർത്തുന്നു. ഇനി നിങ്ങളുടെ ചോദ്യോത്തരയിലൂടെ, നിങ്ങളുടെ ചോദ്യങ്ങളും ഞാൻ നൽകുന്ന മറുപടിയിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം. ചോദ്യങ്ങളുള്ളവർ ഇവിടെ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ബാക്കിയുള്ളത് നമുക്ക് അതിലൂടെ പോകാം. ഇത്ര നേരം അവതരണം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.